ഈ അച്ഛന്റെ സർക്കാസം ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ചില സമയത്തൊക്കെ അങ്ങനെ എങ്ങനെയാ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അങ്ങനെ ഒരു തമാശ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യ വിഷനിൽ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസനോട് ചോദിക്കുകയാണ്, രാജീവ് രവി നിങ്ങളുടെ സിനിമകളൊക്കെ രാഷ്ട്രീയ സിനിമകളാണ്, എനിക്ക് ദേഷ്യം തോന്നുന്നു, എനിക്ക് വേദന തോന്നുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ട് എന്നൊരു കമന്റ് പറഞ്ഞു. എന്താ പറഞ്ഞു ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ സാർ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറയാണ്, ആൾക്ക് ദേഷ്യം തോന്നാൻ കാരണം ചിലപ്പോൾ രാജീവ് രവിനെ എന്റെ സിനിമകളെങ്ങാൻ പിടിച്ച് കടിച്ചിട്ടുണ്ടാവുന്ന. അതങ്ങ് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പൊട്ടിച്ചിരിക്കുക, നമ്മളും ചിരിക്കുകയാണ്. അത്രയും സീരിയസ് ആയിട്ടൊരു വിമർശനത്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു രീതിയിലൊരു മറുപടി കൊടുക്കണത്. ഇത് എപ്പോഴെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും ഞാൻ ചേട്ടനത് ഒരു നെഗറ്റീവായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഓരോ ആൾക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും, പുള്ളിക്ക് ഒരു രീതി ഉണ്ടാവും, പുള്ളിയുടെ ഒരു സ്റ്റൈല് പറയാണ്, പുള്ളിയുടെ സംസാരിക്കുന്ന രീതി പറയാണ്, പുള്ളിയുടെ തമാശ പറയാണ്, പുള്ളിയുടെ എബിലിറ്റീസ്, അതൊക്കെ പുള്ളി ജീവിച്ച് വളർന്ന സാഹചര്യം ചുറ്റുപാടൊക്കെ പറയാണ്. ഞാൻ ജീവിച്ച് വളർന്നതും ഞാൻ പുള്ളിയുടെ മകനാണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പുള്ളിയിൽ നിന്ന് ഇൻസ്പയർഡ് ആവുകയോ ഇൻഫ്ലുവൻസ്ഡ് ആവുകയോ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പുള്ളി എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഇതുമാണ് എന്നെ ഞാനിപ്പോൾ എന്താണെന്നോ ഉള്ളത്. അപ്പം അത് ചില വീട്ടിൽ അങ്ങനെ ആയിരിക്കും, അച്ഛന്മാർ പകർന്നു കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ ഉണ്ടാവും, അച്ഛന്മാരുടെ ഫോളോ ചെയ്യുന്ന മക്കളുണ്ടാവും. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല, അച്ഛനും ഞാനുമായിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നമ്മൾ ഒരു സമയത്ത് നമ്മൾ 1-2 വർഷം ഒരുമിച്ചുണ്ടായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് വീട്ടിൽ കൂടുതൽ നിൽക്കുന്നതും, അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ വരുന്നതൊക്കെ ഈ സമയത്താണ്. പക്ഷെ ഞാൻ ചേട്ടാ എപ്പോഴെങ്കിലും ഒരു അച്ഛൻ മകൻ കോൺവെർസേഷൻ ഉണ്ടാവില്ലേ? ലൈഫിനെ പറ്റി, പ്രണയത്തെ പറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാൻ ഒരു കോൺവെർസേഷൻ ഇല്ല. അടി ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഓർത്തിരിക്കാൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇഷ്യൂസ് അല്ല ഞാൻ പറഞ്ഞത്, ഒരു ഹാർട്ട്ഫുൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പുള്ളി അത്തരത്തിൽ ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ സാധനത്തിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു ഉത്തരം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള മറുപടി കൊടുത്ത് പുള്ളി അതിനെ കട്ട് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്ത് വിട്ടു ആ കോൺവെർസേഷനെ. അതുപോലെ അങ്ങനെ ഒരു ഡ്രാമ ഇത്രയും വലിയൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരാള് സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു ഡ്രാമ മകനുമായിട്ടുള്ള ഒരു സീൻ പുള്ളി കട്ട് ചെയ്ത് കളയും. അങ്ങനെ ഒരു സീൻ പുള്ളിയുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഡ്രാമയുണ്ട്. എവിടെയെന്നറിയാമോ? തല്ലുപിടുത്തം, അടി, പറന്നടി, നെറ്റിക്കടി, മാറ്റം, അങ്ങനത്തെ ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാ ആ ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. അത് ഡ്രാമയല്ലോ, അത് മറ്റേ ഫയറാണല്ലോ. ഞാൻ മകളുടെ കാര്യം ചോദിക്കട്ടെ, മകളിനെ എന്ത് പറഞ്ഞ് ധ്യാൻ ചേട്ടൻ ഉപദേശിക്കുന്നു ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനിത് ചെയ്തിട്ടില്ല, നീ ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഒന്ന് നമ്മൾ അവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ കാരണം പുതിയ ജനറേഷനിൽ ഏറ്റവും കുഞ്ഞു കുട്ടിയാണ്, 6 വയസ്സായിട്ടുള്ള. അപ്പം എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ചിന്താഗതി, അപ്പൊ അതൊന്നും പരുവപ്പെട്ടിട്ടുമില്ല. പക്ഷെ എന്നാൽ പോലും ഒരു എന്താ പറയണ്ടേ, ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാൻ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ, അവർക്കൊരു സുഹൃത്ത് വരുന്ന സമയത്ത് അവളുടെ കളിപ്പാട്ടം മറ്റേ കളിപ്പാട്ടവും അവളെ കളിപ്പാട്ടം എടുത്തിട്ട് ഇവള് പോയിട്ട് ഒളിപ്പിച്ചു വെക്കുകയൊക്കെ ചെയ്യും അരങ്ങ് വരുന്ന സമയത്ത്. ഞാൻ പറയും അതൊന്നും ചെയ്യും, നമ്മൾ ഷെയറിങ്, ചില ബേസിക് കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഷെയർ ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ആൾക്കാരോട് സംസാരിക്കുക. ചിലവർ വരുന്ന സമയത്ത് ഹലോ, ചില കുട്ടികൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം അത്, ഇവൾ അങ്ങനെയല്ല, ഇവൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. എന്നാലും ചില ആൾക്കാരെ കാണുന്ന സമയത്ത് ഇവള് മൈൻഡ് ചെയ്തൊക്കെ പോയിക്കളെ. അപ്പൊ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മളെ വീട്ടിലൊരാൾ വരുന്ന സമയത്ത് നമ്മൾ ഹായ് പറയണ്ടേ. ഞാൻ നാളെ നിന്റെ ഒരു സുഹൃത്ത് വരുമ്പോൾ ഞാൻ ഹായ് പറയുന്നത് നിനക്ക് വിഷമമല്ലേ? അങ്ങനെ ഞാൻ കോൺവെർസേഷൻസിൽ ഇടപെടാറുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ കോൺവെർസേഷൻ. അപ്പൊ യു റൈറ്റ്, മൈ ബാഡ് എന്നൊക്കെ അവള് പറയും. ഓക്കെ, എന്നുവെച്ചാൽ ഇപ്പൊ ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അവർക്ക് അറിയാം. ഇപ്പൊ ഞാനത് പറഞ്ഞാൽ അവർക്കറിയാം. ഞാൻ പറഞ്ഞത് ഈ ധ്യാൻ ചേട്ടന്റെ മകൾക്ക് ഒരു 10-25 വയസ്സൊക്കെ ആയിട്ട് ഒരു ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരികയാണ്, അച്ഛാ ഞാൻ ഇയാളെയാണ് എന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ പോകുന്നത്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുവന്ന് എന്റെ അടുത്തോട്ട് വരേണ്ട പോലും കാര്യമില്ല. ഓക്കെ, അവളെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട്, അവൾ ആ വഴിക്ക് പോട്ടെ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവൾക്ക് ഞാനിപ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് വേണ്ടോ അവൾക്ക് കല്യാണം? ഇപ്പൊ നീ എന്റെ മോനാണെങ്കിൽ അച്ഛാ ഞാൻ ഇടാണ്. ഓ, അത്രേ ഞാൻ പറയുള്ളൂ. നിന്റെ ജീവിതം, നിന്റെ ചോയ്സ്. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്താ? ഒരു ബേസിക്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കുഞ്ഞുണ്ടാവുന്ന സമയം നമ്മൾ ഇപ്പൊ ആലോചിക്കേണ്ടത്, ഇങ്ങനൊരു സൊസൈറ്റിയിൽ ഇത്രയും വലിയൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ലോകത്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണമെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കണം, മനസ്സിലായില്ലേ? കാരണം ഈ കുഞ്ഞ് നമ്മൾ കടന്നുപോയി അത് അത്തരത്തിലുള്ള എല്ലാ ട്രോമയിലൂടെയും സ്ട്രഗിളിലൂടെയും ഒക്കെ കടന്നു പോകണം. ഇത് നമ്മുടെ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് തന്നെ, മനസ്സിലാക്കും. സത്യമല്ലേ? പെട്ടെന്നൊരു മൈത്രയിലേക്ക് കടന്നുപോയി. പറഞ്ഞിട്ടുണ്ടോ? അപ്പോ അല്ല, ഇതൊക്കെ ഞാൻ എന്റെ കോളേജിലുള്ള സമയത്ത് ഞാൻ എന്തിനാ ജനിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞ പോലെ. അപ്പോ ഞാൻ പറഞ്ഞ
ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്, മനസ്സിലായി. അപ്പം ആ കുഞ്ഞിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സാധനമേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ബേസിക് അത് പ്രൊവൈഡ് ചെയ്യുക, ബേസിക് മാനേഴ്സ്, അവയർനെസ്, സിവിക് സെൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കുക. തെറ്റ് ശരിയൊക്കെ അവൾ ഇതാക്കണം. പിന്നെ അവൾക്ക് റിലേഷൻഷിപ്പ്, അതിൽ നിന്ന് അവൾ വീണ് പഠിക്കുകയുള്ളൂ, മനസ്സിലായില്ലേ? പ്രണയബന്ധം അങ്ങനെയാ പഠിച്ചത്. ഞാൻ മനസ്സിലായി, യു ഗ്രോ ഫ്രം യുവർ റിലേഷൻഷിപ്സ്. ഓക്കെ, യു ഷുഡ് ഗ്രോ ഫ്രം യുവർ റിലേഷൻഷിപ്പ്. അവൾക്ക് ഒരുപാട് പ്രണയബന്ധങ്ങൾ ഉണ്ടാവട്ടെ, അതിൽ നിന്നൊക്കെ അവൾക്കൊരു പഠനം ഉണ്ടാവട്ടെ, അവൾ വീണ് പഠിക്കട്ടെ, അത്രേ കാര്യമുള്ളൂ. ഒരുപാട് ട്രോളുന്ന ബേസില് അശ്വമേധത്തില് 11 ചോദ്യങ്ങൾ വരെ ജി.എസ്. പ്രദീപിനോട് ചോദിച്ച് പിടിച്ചു തന്ന ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള മനുഷ്യനാണ് എന്നുള്ളത് നമ്മളൊക്കെ ഈ അടുത്ത് കണ്ടു. അതൊരു കാര്യമില്ല. അവന് ചെറിയ പ്രായത്തിൽ ആരോ പറഞ്ഞു കൊടുത്ത പോലത്തെ എസ് ഓർ നോ മാത്രം പറയുന്നതുകൊണ്ടാണ്. അത് വെച്ചിട്ട് അവന്റെ ഇന്റലക്റ്റിനെ നമുക്ക് അളക്കാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. അംഗീകരിക്കും മനുഷ്യ. അവൻ ആ ചെറിയ പ്രായത്തിൽ 9ാം ക്ലാസ്. അപ്പൊ ഉദയകുമാർ ഡാൻസർ അല്ലേ, അപ്പൊ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ അന്ന് കുട്ടിയല്ലേ, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മോനെ ഇങ്ങനെ എസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി, ഇവിടെ പോയി ഇരുന്നാൽ മതി. അങ്ങനെ പോയി ഇരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് അന്നത്തെ ബേസിലെ ഐക്യൂനെ ഒന്നും അളക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ഐക്യൂ ഒന്നും അളക്കാൻ അല്ല, നല്ലതാ. അതിന് തോറ്റല്ലോ, ജയിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കഷന് പോലും കാര്യമുണ്ട്. പിന്നെ ഡിസ്കഷന്റെ പോലും ആവശ്യം. അത് കഴിഞ്ഞിട്ട് ഒരു ഗിറ്റാറൊക്കെ പിടിച്ചൊരു പടം ഇട്ടായിരുന്നു പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ, അത് ശ്രദ്ധിച്ചിരുന്നോ? പാട്ടിലും എനിക്ക് പ്രാവീണ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ. അവൻ എന്തിലാ ഇതിന്റെ പേരെന്താ? പ്രാവീണ്യം അതില്ലാത്തത്. അവൻ തന്നെ ഒരു പ്രാവീണ്യം പോലത്തെ, അവൻ എല്ലാത്തിനും പ്രാവീണ്യം ഉണ്ടല്ലോ. ഈ നീരജ് മാധവന് എൻജെന്ന് ഉള്ളൊരു സ്റ്റൈലിലേക്കും അവിടെ ഒരു റാപ്പറൊക്കെ ആയിട്ട് മാറിയിട്ട് കരിയർ വേറെ രീതിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തല്ലോ. അത് മൊത്തം നോക്കിക്കാണുന്ന ധ്യാൻ അതെങ്ങനെയാണ് ഉൾക്കൊണ്ടിരുന്നത്? അവൻ എൻ്റെ സുഹൃത്താണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് അവൻ അതിന് ഒരു സംഗീതത്തോടും അവൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കപ്പിയാർ ചെയ്യുന്ന സമയത്തും ഇത് ചെയ്യുന്ന സമയത്തൊക്കെ ഏറ്റവും പാട്ടിനോടും അല്ലെങ്കിൽ നൃത്തം, ഡാൻസ്, കാരണം അവൻ ഡാൻസറായിട്ട് വന്ന ആളാണ്. അപ്പൊ അവൻ ഇതിനൊരു എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ, കാരണം അവൻ കേരളത്തിൽ ജീവിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലും ഒരു അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണ് പുള്ളി, മനസ്സിലായില്ലേ? നമ്മളെ മറ്റേ മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്ന പോലെ എന്റെ ഡ്രൈവർ കാലത്തിന് അമേരിക്കയിൽ നിന്നാണ് ഡ്രൈവിംഗ് പഠിച്ചതെന്ന് പറഞ്ഞ പോലെ പറഞ്ഞ പോലെയുള്ള കാര്യമാണ് അവന്റെ, മനസ്സിലായില്ലേ? അപ്പം ഇപ്പോഴും ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലാണ് വളവ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ പിന്നെ പുള്ളി എന്നെ പറ്റി എന്തൊക്കെയൊക്കെയോ പല ഇന്റർവ്യൂവിലും പറഞ്ഞു, അവനെ പറ്റി പൊക്കി പറയാൻ പറ്റില്ല. പക്ഷെ പുള്ളി ആഗ്രഹിച്ച ജീവിതം ജീവിക്കുന്ന ഒരാളാ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, കാരണം അവന്റെ കരിയർ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് പോയിട്ട് ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു വെബ് സീരീസിൽ ഹിന്ദിയിൽ പോയിട്ട് ഡയലോഗ് പറഞ്ഞ് അവിടെ ഓഡിഷൻ ചെയ്ത് അവിടെ സെലക്റ്റഡ് ആയിട്ട് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥാനത്തിൽ പോയിച്ചത് ഭയങ്കര അവന്റെ സക്സസിനെയും അവന്റെ ഈ ഷിഫ്റ്റിനെയും ഒക്കെ തന്നെ ഭയങ്കര സന്തോഷത്തോടെ നോക്കിക്കാണും. സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ജയിലർ ഇറക്കിയപ്പോ ധ്യാൻ ശ്രീനിവാസൻ ജയിലർ ഇറക്കി, തഗ് ലൈഫ് ഇറക്കിയപ്പോ ധ്യാൻ ശ്രീനിവാസൻ തഗ് ഇറക്കി. ഇതൊന്നും ഞാനല്ല, ഈ ജയിലർ അവതാർ ഇറക്കിയപ്പോ നിങ്ങൾ വീഗ ഇറക്കി. ഇതൊക്കെ ഇതിന്റെ സംവിധായകരും ഇതിന്റെ പ്രൊഡ്യൂസർമാരും അവര് തീരുമാനിക്കുന്ന സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ ജയിലർ ആയിക്കോട്ടെ, ജയിലറിന്റെ കൂടെ ജയിലർ ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ ഒരിക്കലും പറയില്ല. തഗ് ലൈഫ്, തഗ്ഗിൽ ഞാൻ ഒരു അര ദിവസത്തിൽ ഞാൻ ഒരു സീനിൽ മാത്രമേ ഉള്ളൂ ആ പടത്തിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ അവരുടെ തീരുമാനമല്ലേ. അശ്വന്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അല്ല, ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മുടെ ജോലി എന്താണ്, എന്നെ നീ, അപ്പം ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞു, നീ നാളെ ഡയറക്റ്റ് ചെയ്യുമ്പോഴും എന്നെ ഒരു ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വരും. കാരണം നീ എന്നെ ഇവിടുത്തെ വലിയ പ്രധാന നടനായിട്ടും നായക നടനായിട്ടൊന്നും കാണണ്ട. ഞാൻ എല്ലാ ക്യാരക്ടർ റോൾ ചെയ്യുന്നു. ഇപ്പം ഞാൻ മലയാളിയിൽ ക്യാരക്ടർ റോൾ ചെയ്തു, ഓക്കെ, പ്രിൻസിൽ ചെയ്തു, ഞാൻ ആ ക്യാമിയോസ് ചെയ്യുന്നു, ഞാൻ അതിനോടൊരു ഡിറ്റക്റ്റീവ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് എൻ്റെ ജോലി എന്താണോ ആ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു, ഞാൻ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നില്ലേ, നിങ്ങൾ എന്നെ വിളിക്കൂ. ചോട്ടമുമ്പ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോട്ടമുമ്പയുടെ ഒരു സ്പേസ് എന്ന് വെച്ചാൽ അതിനകത്ത് കഥയില്ല, ഇൻസിഡൻസ് മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു സാധനം തന്നെ ലവ് ആക്ഷൻ ഡ്രാമയും, കഥയില്ല, ഇൻസിഡൻസ് ആണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ ആ ഒരു തമാശ ഫൺ വേൾഡില് ലാൽ സാറിനെ കൊണ്ട് പ്ലേസ് ചെയ്യുക, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നതും ഞങ്ങൾ ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പൊ ഞാനും വിശാഖം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്ന ഒരു സിനിമ അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഒരുപാട് സിനിമകളുടെ ഇടയിൽ
ഇത് വിശാഖ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം നമ്മുടെ അതിലൊരു കഥയുണ്ടായിരുന്നു, കുറെ മുന്നേ ആലോചിച്ചാണ്. അതിങ്ങനെ നമ്മളിങ്ങനെ ആഗ്രഹങ്ങളാണല്ലോ. അപ്പം ആർക്കാണ് ലാൽ സാറിനെ വെച്ചിട്ട് മമ്മൂക്കിനെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത? അപ്പോൾ എൻ്റെ ആഗ്രഹം ഈ പറഞ്ഞ പോലെ നമ്മള് ത്രില്ലറിൽ ലാൽ സാർ ഇപ്പം എമ്പുരാൻ വരുന്നു, തുടരും വരുന്നു. പക്ഷെ ഇത് ചോട്ടാ മുംബൈ വരുമ്പോൾ അവിടെ സെലിബ്രേഷൻ ആണ്, മനസ്സിലായി. മോഹൻലാലിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്റെ സെലിബ്രേറ്റ് വെച്ചാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം സ്ക്രീനിൽ സെലിബ്രേഷൻ ആണ്, മനസ്സിലായില്ലേ. നമ്മൾ പുറത്ത് ഡാൻസ് കളിക്കുന്ന അദ്ദേഹം അകത്ത് ഡാൻസ് കളിക്കുന്നു. അങ്ങനത്തെ ഒരു സിനിമ വരണം, സിനിമ കാണണമെന്ന് എനിക്കും വിശാഖിനും. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സുഹിത്രാക്കയും ഞാനും പ്രണവും കൂടെ ഫ്ലൈറ്റിൽ പോകുന്ന സമയം ഞാൻ പ്രണവിനോടും ഞങ്ങൾ പറഞ്ഞാടാ ഞാനൊരു സംഭവം ആലോചിക്കുന്നുണ്ട്, ഞാനത് അതിനായിട്ട് നടക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, ഒരു 10% സാധ്യതയുള്ളൂ. പക്ഷെ ഞാൻ പോയിട്ടൊരു ശ്രമം നടത്തും, ഞാൻ പോയൊരു കഥ പറയും ചിലപ്പോൾ. ഈ ജയിക്കട്ടെ അല്ല ഇപ്പോഴാണെന്നോ ഒന്നുമില്ല, ഗ്രാഫിക്സ് പടങ്ങൾ. അപ്പോൾ വിശാഖ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കഥകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ കൈൻഡ് ഓഫ് നമ്മുടെ എൻ്റെ ടൈപ്പ് ഓഫ് ഒരു വേൾഡ്, ഹ്യൂമർ വേൾഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പുള്ളിനെ വിത്ത് മാസിവ് മറ്റേ ഡാൻസ്, പാട്ട്, അടി പിടി മസാല, അങ്ങനത്തെ ഒരു പടം ഇനി അതും കൂടെ കാണണമെന്ന് ആഗ്രഹം, മനസ്സിലായില്ലേ. എന്ന് വെച്ചാൽ നമ്മളെ എല്ലാം പുള്ളിയുടെ പല 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 നമ്മൾ കഴിഞ്ഞ കുറച്ച് സിനിമകൾ കണ്ടുവരുന്നതിൽ നമ്മൾ കാണുന്ന പുള്ളിയുടെ സീരിയസ് ഇന്റൻസ് സ്ഥാനത്തുനിന്ന് ഒരു ഔട്ട് ആൻഡ് ഔട്ട് മോഹൻലാൽ ലാൽ ഷോ. ഒരുപാട് സന്തോഷം. ആൻഡ് ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ധ്യാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂകളിലൂടെ ആളുകൾക്ക് സന്തോഷം കിട്ടുന്നു, ആളുകളുടെ സ്ട്രെസ് റിലീഫ് ആക്കുന്നു എന്നൊക്കെ. അതൊക്കെ വലിയ കാര്യമാണ്. അതിന് വേറെ കുറെ പദ്ധതികളൊക്കെ ഒരുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ആൾക്കാർ തന്നെ അത് കേട്ടിട്ട് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കുറെ സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റുമാർ, ഇവരൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യകക്ഷികൾ ഒരുപാട് പേര് വന്നു. അപ്പൊ ഞാൻ അവരുമായിട്ട് ഇപ്പൊ കുറച്ച് പരിപാടി കഴിഞ്ഞാൽ ഞാൻ അവരുമായിട്ട് എല്ലാവരുമായിട്ട് ഒരു മീറ്റിംഗ് ഇരുന്നിട്ട് ഗ്രാജുവലി അത് തുടങ്ങാനും. എല്ലാം ശരിയാവട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. താങ്ക് യു. ലാൽ ഷോ നടക്കുന്നത് പോലെ ഒരു ധ്യാൻ ഷോയും നടക്കട്ടെ. എവിടെ ലാൽ ഷോ പറഞ്ഞില്ലേ, ഔട്ട് ആൻഡ് ഔട്ട് ലാൽ ഷോ, ധ്യാൻ ഷോയും നടക്കട്ടെ. അതെ, എനിക്ക് അങ്ങനെ സിനിമ അഭിനയിച്ച് വലിയ പരിപാടി ചെയ്യണം എന്നുള്ളതൊന്നും ഇപ്പം മനസ്സിലെന്തായാലും ഇല്ല. നേരത്തെ ഒരുപാട് നന്ദി. താങ്ക് യു.